ഹലോ. മഴയൊക്കെ ആയി, വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ഗാർഡനിലൊക്കെ. എന്നാലും നമ്മുടെ സപ്പോർട്ടൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ആയിട്ട് സപ്പോർട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ബനാന ആണോ കാലാപ്പാതി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ബനാന എന്ന് പറഞ്ഞ് വാങ്ങിയ തൈയാണ്, പക്ഷേ പല ആൾക്കാരും പറഞ്ഞു ഇത് കാലാപ്പതിയാന്നൊക്കെ പറയുന്നു. പക്ഷേ ആദ്യ സമയങ്ങൾക്ക് ഒരു ഷേപ്പുണ്ട് ബനാനയുടെ, പക്ഷേ പല വേരിയൻസ് ഉണ്ട് ബനാനയ്ക്ക്, അത് നമുക്കറിയാലോ. വളരെ നീളം വെക്കുന്നതുണ്ട്, നീളം വെക്കാത്ത ടൈപ്പുണ്ട്. ഈ ഒരു ഷേപ്പ് വരുന്നുണ്ടോ, കുറച്ച് നീളമുണ്ട്. പക്ഷെ ഇത് എക്സാക്ട്ലി ബനാന ആണോ എന്ന് സംശയമുണ്ട്, കാരണം ഞാൻ വാങ്ങിയ ബനാന എന്ന് പറഞ്ഞിട്ടാണ്. കണ്ട് അത്യാവശ്യം ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, നല്ലപോലെ തന്നെ കൊലകൊലയായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട്. കണ്ട് ഇവിടെയൊക്കെ കൊലയായിട്ട് ഞാൻ ഫുള്ള് ഇങ്ങനെ കവറിട്ട് നിർത്തിയേക്കുക. പക്ഷേ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യമാണ്, ഈ പഴുത്തോ അല്ലെ മൂത്തോ എന്നറിയാൻ ബുദ്ധിമുട്ടുള്ള പഴങ്ങളിലൊന്നാണ് നമ്മുടെ സപ്പോട്ട. കണ്ട് ഇത് അത്യാവശ്യം സൈസായിട്ടുണ്ട്, നോക്കിയാൽ കാണാം. മൂത്തൊന്നും ഭയങ്കര പാടാണ് നമുക്കറിയാൻ, അല്ലെ പഴുത്തൊന്ന്. സപ്പോർട്ട് എപ്പോഴും പറിച്ച് വെച്ച് പഴുപ്പിക്കുന്നതാണ് നല്ലത്, അതാണ് പെട്ടെന്ന് പഴുക്കാൻ. മരത്തിൽ നിന്ന് പഴുക്കാൻ സമയമെടുക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും ഈ കാണുന്ന അറ്റത്തൊരു ഞെടുപ്പ് കണ്ടോ, അല്ലെങ്കിൽ ഒരു കൊമ്പ് പോലെ ഈ ഭാഗം, ഈ കാണുന്ന കഴിക്കാത്ത ഈ സാധനം, ഇത് പോയി കഴിഞ്ഞാൽ അത് മൂത്തു എന്നാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്ന പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിത് പല കാരണങ്ങളും പോകാം കേട്ടോ. വല്ല പക്ഷികൾ വന്നിരുന്നാൽ, നമ്മൾ നെറ്റിടുമ്പോൾ കവറിടുമ്പോൾ കാറ്റ് മഴയൊക്കെ കൊണ്ട് അടിച്ച് കഴിയുമ്പോൾ ഇത് പോകാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ മൂത്തെന്നറിയാനുള്ളൊരു അടയാളം എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ഏറ്റവും നല്ലൊരു മെത്തേഡ് പറഞ്ഞുതരാം, അതാണ് എനിക്ക് കുറച്ചും കൂടെ കറക്റ്റ് മെത്തേഡായിട്ട് തോന്നിയത്. നമ്മൾ ഈ സപ്പോർട്ടൊക്കെ പഴുത്തോ എന്നറിയാൻ, അല്ലെങ്കിൽ മൂത്തോ, പഴുത്തോ നോക്കാൻ നോക്കി അറിയാൻ പറ്റും. മൂത്തെന്നറിയാൻ നല്ലൊരു മെത്തേഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരണ്ടുക. ഇപ്പോൾ ഒരു യെല്ലോയിഷ് കളർ പോലെ ഉണ്ടോ, അല്ലെങ്കിൽ അത്രയും പച്ചപ്പില്ല. ഇത് കുറച്ചും കൂടെ മൂക്കാറുണ്ട്. മൂത്തതിന് കളറ് യെല്ലോ കളറിലേക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു യെല്ലോയിലേക്ക് വരും. മൂക്കാത്ത ഞാൻ നല്ലപോലെ കാണിച്ചു തരാം, ഒട്ടും മൂക്കാത്ത കളർ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കുറച്ചും കൂടെ വ്യക്തതയാണെങ്കിൽ കണ്ടോ, ഈ ഒരു ഞാൻ തൊലി പൊളിച്ചപ്പോൾ കണ്ടോ, ഒരു പച്ചയല്ല, അതായത് ഈ കാണുന്ന ഇലയുടെ പച്ചയല്ല, ഈ കാണുന്നത് ചെറിയൊരു യെല്ലോ കളറാണ്. അപ്പോൾ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇന്നൊക്കെയായിട്ട് ഞാൻ പറിക്കാൻ വെച്ചേക്കുന്നതാണ്. ഒട്ടും മൂക്കാത്തതിൻ്റെ അവസ്ഥ മറ്റൊന്നാണ്, അത് നല്ല ഗ്രീൻ കളറായിരിക്കും. ഇതൊക്കെ അത്യാവശ്യം മൂത്ത് തുടങ്ങിയതാണ്. സൈസ് നോക്കണ്ട കേട്ടോ, സൈസ് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇത് അത്യാവശ്യം ഇത് മൂത്തിട്ടുണ്ട്. ഈ കാണുന്നൊരു പച്ചയല്ലേ, നമുക്കറിയാം ഒട്ടും തന്നെ മൂത്തിട്ടുണ്ടാവില്ല. ഇത് ഞാൻ ചുരണ്ടി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് മൂക്കാത്ത സപ്പോട്ട. കണ്ടോ എത്ര ഗ്രീൻ കളർ ഉണ്ടെന്ന് കണ്ടോ, നല്ല പച്ചയാണ്, ഇലയുടെ പച്ച തന്നെയുണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആണെങ്കിൽ അത് മൂത്തിട്ടില്ല. പിന്നെ ഇത് നമുക്കറിയാം ഇത് വളരെ ചെറിയ കായാണ്, അതൊരിക്കലും മൂത്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ ഒരു വലിയ സൈസ് ആയിരിക്കുമ്പോഴും ഈ ഒരു കളർ വരാറുണ്ട്. എൻ്റെ അടുത്തുള്ള എല്ലാം മൂത്തായിപ്പോയി, അതുകൊണ്ടാണ്. അതാണ് ചെറുതൊരെണ്ണം എടുത്ത് കാണിച്ചത്. ഈ ഒരു കളറായിരിക്കും മൂക്കാത്ത കായ്ക്ക്. ചിലപ്പോൾ ഈ ഒരു സൈസൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഒരു കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അത് മൂത്തിട്ടില്ല, അല്ലെങ്കിൽ പറിച്ചിട്ടൊരു കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ മൂത്ത് തുടങ്ങി. അതാണ് ആ ഒരു ചെറിയ ചുരണ്ടി കഴിഞ്ഞുണ്ട്, ഒരു നമ്മുടെ ആ തൊലി വരാൻ കുറച്ച് പാടാണ്. അതും അതിൻ്റെ അർത്ഥം മൂത്തിട്ടാണ്. ഇതാണ് നമ്മൾ സപ്പോട്ട മൂത്തോ എന്നറിയാൻ ഏറ്റവും നല്ല മെത്തേഡ്. ഏറ്റവും നല്ലത് അതാണ്, ചുരണ്ടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊരു 2-4 ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ചുരണ്ടി വെക്കുക. അതുപോലെ നഖം കുത്തി ഇറക്കുകയൊന്നും വേണ്ട, ബേസിക് ആയിട്ട് ഇത് കണ്ടോ. ഞാൻ ഇതിപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഇതിപ്പോൾ ചെറുതായിട്ടൊന്നുണ്ടോ, കണ്ടോ, ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പോൾ തന്നെ അത് തൊലി പോയി. കണ്ടോ പച്ച കളറാണ്. പക്ഷേ ഈ ഒരു ഈസി ആയിട്ട് നമുക്ക് അതിൽ ആക്കാൻ പറ്റില്ല. അതും കൂടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ശക്തി കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും തൊലി വരുന്നില്ല. അതിൻ്റെ അർത്ഥം തൊലി ഏകദേശം സെറ്റായിട്ടുണ്ട്, അതുപോലെ തന്നെ മൂത്ത് തുടങ്ങി. പക്ഷേ ഒന്നും കൂടെ ശക്തിക്കാക്കി തൊലി എടുത്തെങ്കിൽ മാത്രം നമുക്കറിയാം. കണ്ടോ ഇതിപ്പം കണ്ടോ, ഇതിൻ്റെ അകം കണ്ടോ, പച്ചയല്ല, ഒരു യെല്ലോ കളറാണ് ചെറിയ തോതിൽ. അതുകൊണ്ട് ഇത് മൂത്തു എന്നർത്ഥം. അപ്പോൾ നമുക്കങ്ങനെ പറിക്കാം, ഇന്ന് പറിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതും ഈ കാണുന്ന ഞാൻ ആദ്യം ഇതുണ്ട്, അത് അത്യാവശ്യം മുഴുപ്പുണ്ട്. ഇതും നമുക്കിന്ന് പറിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു 2 വർഷം മുകളിൽ പഴക്കം, 2 വർഷമായിട്ടുണ്ടാവും പഴക്കം. 2 വർഷം കഴിഞ്ഞൊരു പ്ലാന്റ് ആണ്. ഞാൻ വളരെ ചെറിയൊരു പ്ലാന്റ് വെച്ചത്, നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഒരു 250 രൂപയ്ക്കൊക്കെ വളരെ ചെറിയ കമ്പുള്ള പ്ലാന്റ്.